പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ അതീവ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശീതയുദ്ധം ഒരു തുറന്ന സൈനിക പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ലോകത്തിലെ ഏറ്റവും നിർണായകമായ സമുദ്രപാതകളിൽ ഒന്നായ ഹോർമുസ് കടലിടുക്കിനെ കേന്ദ്രീകരിച്ചുള്ള തർക്കം ഇപ്പോൾ ആഗോള സമ്പദ് വ്യവസ്ഥയും സമാധാനത്തെയും ഒരുപോലെ ബാധിക്കുന്ന തലത്തിലേക്ക് വളർന്നിരിക്കുന്നു. സമാധാന ചർച്ചകൾക്കുള്ള ഇറാന്റെ നിർദ്ദേശങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിയതും ഇതിന് പിന്നാലെ ഇറാന്റെ നാവികസേനാ മേധാവി നടത്തിയ പുതിയ ആയുധ ഭീഷണിയും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരം ഏറ്റെടുത്തതോടെ ഇറാനുമേലുള്ള സമ്മർദ്ദം അതിന്റെ പരമാവധിയിലാണ്. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം നീക്കുന്നതിന് പകരമായി കടലിടുക്ക് വീണ്ടും തുറക്കണമെന്ന ഇറാന്റെ ഒത്തുതീർപ്പ് നിർദ്ദേശം തികഞ്ഞ അവജ്ഞയോടെയാണ് ട്രംപ് തള്ളിയത്. ഇറാന്റെ ആണവ പദ്ധതികളെ സംബന്ധിച്ച ചർച്ചകൾ തൽക്കാലത്തേക്ക് മാറ്റിവെക്കണമെന്ന ഇറാന്റെ ആവശ്യവും അമേരിക്ക അംഗീകരിച്ചില്ല. ട്രംപിന്റെ രാഷ്ട്രീയ ശൈലി അനുസരിച്ച് ഇറാനെ സാമ്പത്തികമായി പാപ്പരാക്കി ചർച്ചയുടെ മേശയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് അദ്ദേഹത്തിന്റെ തന്ത്രം. ബോംബിനേക്കാൾ ഫലപ്രദം ഉപരോധമാണെന്ന ട്രംപിന്റെ പ്രസ്താവന ഇതിന്റെ തെളിവാണ്. ഇറാനെ ആണവായുധം നിർമ്മിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും ആണവ കരാറിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിബന്ധനകൾ ഉൾപ്പെടുത്തുമെന്നുമാണ് വൈറ്റ് ഹൗസിന്റെ നിലപാട്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ഇറാൻ സൈന്യം അതീവ രഹസ്യമായ നീക്കങ്ങളാണ് നടത്തുന്നത്. ഇറാൻ നാവികസേനാ മേധാവി റിയർ അഡ്മിറൽ ഷഹാം ഇറാനി നടത്തിയ പ്രസ്താവന ലോകരാജ്യങ്ങളെ ഞെട്ടിക്കുന്നതായിരുന്നു. ശത്രു സൈന്യത്തെ ഹൃദയാഘാതം പിടിപ്പിക്കാൻ കെൽപ്പുള്ള അവർ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തതും ഭയപ്പെടുന്നതുമായ പുതിയൊരു ആയുധം വൈകാതെ പുറത്തെടുക്കുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത്. ഇത് കേവലം ഒരു വാചക കസർത്ത് മാത്രമല്ലെന്ന് സ്ഥാപിക്കാൻ അമേരിക്കയുടെ അഭിമാനമായ വിമാനവാഹിനി കപ്പൽ എബ്രഹാം ലിങ്കന് നേരെ ഇറാൻ 7 തവണ മിസൈൽ ആക്രമണം നടത്തിയ വിവരവും അദ്ദേഹം വെളിപ്പെടുത്തി. ഈ ആക്രമണങ്ങളിലൂടെ കപ്പലിൽ നിന്നുള്ള US യുദ്ധവിമാനങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ ഇറാന് സാധിച്ചുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഫെബ്രുവരി മുതൽ 100ഓളം തിരിച്ചടികൾ തങ്ങൾ നൽകി കഴിഞ്ഞുവെന്നാണ് ഇറാന്റെ വാദം. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 20% കടന്നുപോകുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. ഈ കടലിടുക്ക് ഇറാൻ പൂർണ്ണമായും അടച്ചു എന്നത് ആഗോള വിപണിയെ വൻതോതിൽ ബാധിക്കും. അറേബ്യൻ കടലിൽ നിന്നുള്ള പ്രവേശന കവാടം ഇറാൻ സൈന്യം തടഞ്ഞതോടെ ചരക്ക് നീക്കം പൂർണ്ണമായും നിലച്ചു. ഇവിടേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന ഏത് കപ്പലിന് നേരെയും സൈനിക നടപടി ഉണ്ടാകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചത് എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. അമേരിക്ക ഇറാന്റെ എണ്ണക്കപ്പലുകളെ തടയുന്നത് കടൽക്കൊള്ളയാണെന്നാണ് ഇറാന്റെ ആക്ഷേപം. ഇറാനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുമെന്നും ജീവനക്കാരെ ബന്ദികളാക്കുന്ന അമേരിക്കൻ നടപടിക്ക് വലിയ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്കൻ ഉപരോധം ഇറാന്റെ ആഭ്യന്തര സാമ്പത്തിക രംഗത്തെ തകർത്തിരിക്കുകയാണ്. ഇറാൻ റിയാലിന്റെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് പതിച്ചു. $1 18 ലക്ഷം റിയാൽ എന്ന നിലയിലേക്ക് പണപ്പെരുപ്പം വർദ്ധിച്ചത് സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. എണ്ണ കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനം നിലച്ചതോടെ ശതകോടികളുടെ നഷ്ടമാണ് ഇറാന് സംഭവിക്കുന്നത്. വാൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇറാൻ തുറമുഖങ്ങൾക്ക് മേൽ ദീർഘകാല ഉപരോധം ഏർപ്പെടുത്താനാണ് ട്രംപ് നിർദ്ദേശിച്ചിരിക്കുന്നത്. യുദ്ധം ചെയ്യുന്നതിനേക്കാൾ കുറഞ്ഞ ചിലവിൽ ഇറാനെ മുട്ടുകുത്തിക്കാൻ ഉപരോധം സഹായിക്കുമെന്ന് ട്രംപ് വിശ്വസിക്കുന്നു. ഇതിനിടയിലും റഷ്യ പോലുള്ള രാജ്യങ്ങളുമായി ചേർന്ന് ബദൽ വ്യാപാര മാർഗങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇറാൻ. നിലവിൽ ഇറാന്റെ പക്കൽ 440 കിലോ യുറേനിയം ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ 60% സമ്പുഷ്ടീകരിച്ചതാണ്. ആണവായുധ നിർമ്മാണത്തിന് ആവശ്യമായ 90% സമ്പുഷ്ടീകരണത്തിലേക്ക് ഇറാൻ എത്തുന്നത് തടയാനാണ് അമേരിക്കയും ഇസ്രയേലും ശ്രമിക്കുന്നത്. എന്നാൽ തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണിതെന്നും ശാസ്ത്രീയ ആവശ്യങ്ങൾക്കായാണ് യുറേനിയം ഉപയോഗിക്കുന്നതെന്നും ഇറാൻ ആവർത്തിക്കുന്നു. അതേസമയം മേഖലയിൽ ഇസ്രയേൽ തങ്ങളുടെ ആക്രമണങ്ങൾ തുടരുകയാണ്. ദക്ഷിണ ലെബനനിലെയും ആക്രമണങ്ങൾ ഇതിന്റെ ഭാഗമാണ്. അമേരിക്ക നൽകുന്ന പൂർണ്ണ പിന്തുണയോടെ ഇസ്രയേൽ നടത്തുന്ന നീക്കങ്ങൾ ഇറാനെ പ്രകോപിപ്പിക്കുന്നുമുണ്ട്. ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളായ ഹിസ്ബുള്ളയും ഹൂതികളും തങ്ങളുടെ ആക്രമണങ്ങൾ ശക്തമാക്കിയാൽ പശ്ചിമേഷ്യ ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് വീഴാനുള്ള സാധ്യതയുമുണ്ട്. ഇറാന്റെ പുതിയ ആയുധം എന്താണെന്ന് സംബന്ധിച്ച് ഇപ്പോഴും ദുരൂഹത നിലനിൽക്കുന്നു. സൈബർ ആയുധമാണോ അതോ അതീവ പ്രഹരശേഷിയുള്ള മിസൈലുകളാണോ ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമല്ല. ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ സന്ദേശങ്ങളും ഇറാന്റെ സൈനിക നീക്കങ്ങളും സൂചിപ്പിക്കുന്നത് ഇനിയൊരു നയതന്ത്ര പരിഹാരത്തിനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ്. ലോകം ഉറ്റുനോക്കുന്നത് 2 പ്രധാന കാര്യങ്ങളിലേക്കാണ്. ഇറാൻ ശരിക്കും ആണവായുധം പ്രയോഗിക്കുമോ? ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ അമേരിക്ക സൈനികമായി ഇടപെടുമോ? ഈ 2 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം വരും ദിവസങ്ങളിലെ അന്താരാഷ്ട്ര രാഷ്ട്രീയ നീക്കങ്ങൾ തീരുമാനിക്കും. സാമ്പത്തികമായി തകർന്നുവെങ്കിലും സൈനികമായി ആർജവമുള്ള ഇറാൻ അമേരിക്കയ്ക്കെതിരെയും ഇസ്രയേലിനെതിരെയും എന്ത് തിരിച്ചടിയാകും നൽകുക എന്നത് ലോകത്തെ ആശങ്കയുടെ നിഴലിലാക്കുന്നു.